സാധാരണയായി കേരള കലാമണ്ഡലത്തിൽ ഇത്തരം ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനം മുസ്ലിം ലീഗ് നടത്തിയത്? ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രിയങ്കരനായ അഹമ്മദ് സാഹിബ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി കേന്ദ്രമന്ത്രിമാര് അദ്ദേഹത്തിന്റെ കൂടെ വന്നു. നമ്മളൊക്കെ കണ്ടിരിക്കുന്ന ഈ മതേതര സംസ്കാരം ലീഗ് രാജ്യത്തിന്റെ ഐക്യത്തിനും അവിച്ഛിന്നതക്കും ഭദ്രതക്കും അഖണ്ഡതക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജനങ്ങൾ ലീഗിനെ സഹായിക്കുന്നു. എന്നാൽ ലീഗ് എന്ന് പറയപ്പെടുന്ന ഈ സംവിധാനത്തെ പരമാവധി തകർക്കുവാനും താറടിച്ച് കാണിക്കുവാനും ഇവിടെ BJP ഏറ്റവും വലിയ ശ്രമം നടത്താറുണ്ട്. അതവരുടെ ധർമ്മം, ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല. പക്ഷെ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ന് കേരള സംസ്ഥാനത്ത് 20 MLA-മാരുടെ പിന്തുണയോടുകൂടെ 5 മന്ത്രിമാരെ ഇരുത്തിക്കൊണ്ട് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ലീഗ് നന്നായി മാന്യമായി ലീഗ് ഭരണം നടത്തുന്നു. ഒരു പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാര് ഏറെ ആഹ്ലാദത്തിലാണ്. ക്ഷണിക്കപ്പെട്ടവരും മുഴുവൻ ഒരേ വേദിയിൽ ഒരുമിച്ച് നേരത്തെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആനന്ദത്തിന്റെ നിമിഷമാണ്. ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളിത്തം വഹിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാനും സ്നേഹവും സഹോദര്യവും കാത്തു സൂക്ഷിക്കുവാനും എല്ലാ അർത്ഥത്തിലും തീവ്രവാദ ഫാസിസ്റ്റുകളെ ഈ രാജ്യത്ത് എതിർക്കുന്ന മഹിതമായ രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും സംഘടനാ സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഈ വീക്ഷിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ